ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ആഷ്ലി വെസ്റ്റ്വുഡ് കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയതിന് ശേഷം വലിയ ഒരു മാറ്റമാണ് ബ്ലാസ്റ്റേഴ്സിന് സംഭവിച്ചത്. ഇപ്പോൾ അത്ഭുതപ്പെടുത്തുന്ന പ്രകടനമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുള്ളത്. അവസാനമായി കളിച്ച 5 മത്സരങ്ങളിൽ ഒന്നിൽ പോലും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിട്ടില്ല. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഗോവയെ പരാജയപ്പെടുത്താനും കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇപ്പോൾ ആരാധകർ ഉള്ളത്. ഏതായാലും ആഷ്ലി വെസ്റ്റ്വുഡ് കേരള ബ്ലാസ്റ്റേഴ്സിനകത്ത് തുടരുമോ? അതാണ് ആരാധകർക്ക് അറിയേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആഷ്ലി നൽകിയിട്ടുണ്ട്. അതായത് ഭാവിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി 1-2 മീറ്റിങ്ങുകൾക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ ക്ഷണിച്ചിരുന്നു. എന്നാൽ ആ ക്ഷണം താൻ നിരസിച്ചു. ഈ സീസണിന് ശേഷം മാത്രമേ അതേക്കുറിച്ച് സംസാരിക്കുകയുള്ളൂ എന്നാണ് ആഷ്ലി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് കുറച്ച് തവണ എന്നോട് മീറ്റിങ്ങുകൾക്കായി ആവശ്യപ്പെട്ടിരുന്നു, മീറ്റിങ്ങുകൾക്ക് വേണ്ടി ക്ഷണിച്ചിരുന്നു. പക്ഷേ വ്യക്തിപരമായി ഞാൻ ഇവിടെ വന്നപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്: നോക്കൂ, ഞാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. എനിക്ക് മുന്നിൽ 7 മത്സരങ്ങൾ ഉണ്ട്. ആ 7 മത്സരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ എന്നെ അനുവദിക്കൂ. എല്ലാം അവസാനിച്ചതിന് ശേഷം നമുക്ക് ഒരുമിച്ചിരുന്ന് ഭാവിയെക്കുറിച്ച് സംസാരിക്കാം. ഇതാണ് ആഷ്ലി വെസ്റ്റ്വുഡ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഭാവിയെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി 1-2 തവണ ആഷ്ലി വെസ്റ്റ്വുഡിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ഷണിച്ചിരുന്നു, മീറ്റിങ്ങുകൾക്ക് വേണ്ടി ക്ഷണിച്ചിരുന്നു. പക്ഷെ മത്സരങ്ങളിൽ മാത്രമാണ് താൻ ശ്രദ്ധ നൽകിയിരിക്കുന്നത്. ഇതെല്ലാം അവസാനിച്ചതിന് ശേഷം മാത്രം അതേക്കുറിച്ച് സംസാരിക്കാം എന്നാണ് ആഷ്ലി വെസ്റ്റ്വുഡ് പറഞ്ഞിട്ടുള്ളത്. അതായത് അദ്ദേഹം തുടരുമോ എന്ന കാര്യത്തിൽ ഉറപ്പുകൾ ഒന്നുമില്ല. ISLന്റെ കാര്യത്തിലും ഉറപ്പുകൾ ഒന്നുമില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ടാകുമോ എന്ന കാര്യത്തിലും ഉറപ്പുകൾ ഒന്നുമില്ല. ഏതായാലും ഇതൊക്കെ അവസാനിച്ചിട്ട് ഇതിനൊക്കെ ഒരു തീരുമാനമായിട്ട് നമുക്ക് ഭാവിയെക്കുറിച്ച് ചർച്ച ചെയ്യാം എന്നാണ് ആഷ്ലി വെസ്റ്റ്വുഡ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.